ആരണ്യകാണ്ഡം. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു ദിവസം താമസിച്ച ശ്രീരാമൻ ദണ്ഡക വനത്തിലേക്ക് യാത്രയ്ക്കൊരുങ്ങുന്നു. മഹർഷിയോട് കാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വഴിയേത് എന്നന്വേഷിക്കുന്ന ശ്രീരാമനോട് മഹർഷി പറയുന്നത്, ലോകജനങ്ങൾക്ക് തന്നെ നേർവഴി കാണിച്ചു കൊടുക്കുന്ന അങ്ങേക്ക് ഞാൻ ഏത് വഴി കാണിച്ചു തരാനാണ് എന്നാണ്. എന്നിട്ട് പറയുന്നു, കാട്ടിലേക്കുള്ള വഴി കാണിച്ചു തരാൻ എൻ്റെ ശിഷ്യന്മാരെ ഞാൻ അങ്ങയോടൊപ്പം അയക്കാം. അവർ യാത്ര പുറപ്പെട്ട് ഒരു മഹാനദിക്കരയിലേക്കാണ് എത്തുന്നത്. നദി കടക്കാനുള്ള തോണിയും ശിഷ്യന്മാർ ഒരുക്കി കൊടുക്കുന്നു. നദി കടന്ന് അവർ എത്തുന്നത് ഘോരവനത്തിലേക്കായിരുന്നു. നരഭോജികളായ രാക്ഷസരും കടുവയും പുലിയും സിംഹവും വിഷസർപ്പങ്ങളും യഥേഷ്ടം വിഹരിച്ച് നടക്കുന്ന ഇടമാണത്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ആയുധങ്ങളൊക്കെ ഏതു സമയത്തും ഉപയോഗിക്കാൻ പാകത്തിന് തയ്യാറാക്കി നീ മുന്നോട്ട് നടക്കൂ. സീത നിന്റെ പിറകിൽ നടക്കട്ടെ, ഏറ്റവും പിറകിൽ ഞാനും നടന്നോളാം. ജീവാത്മാവിനും പരമാത്മാവിനും മധ്യത്തിൽ പ്രകൃതി എന്നതുപോലെയായിരുന്നു അവരുടെ യാത്ര. ഏതാണ്ട് 1 യോജന 12 കിലോമീറ്റർ നടന്ന ശേഷം ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നു. പെട്ടെന്ന് വളരെ ഉയരം കൂടിയ ഒരു ഭീകരസത്വം ഇവരുടെ മുന്നിലേക്ക് വരുന്നു. ഒരു വൻമരം പിഴുതെറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതിൻ്റെ വായ ഒരു വലിയ ഗുഹ പോലുണ്ട്. നീണ്ട ദംഷ്ട്രങ്ങളും ചുവന്ന കണ്ണുകളും കയ്യിലിരിക്കുന്ന വലിയ ശൂലത്തിൽ ഒരു മനുഷ്യൻ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ശൂലത്തിൽ ഒരു സിംഹം, ആന, കടുവ, പന്നി, മാൻ ഒക്കെ കോർത്തു പിടിച്ച് തിന്നാൻ തയ്യാറായിരിക്കുകയാണ്. ശ്രീരാമൻ സീതയോട് പറയുന്നു, ഭയപ്പെടേണ്ട. ഇവരെ കണ്ട ഭീകരസത്വം അട്ടഹസിച്ചുകൊണ്ട് ഓടിയെടുക്കുന്നു. കഷ്ടം ബാലന്മാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ദശരഥ രാജാവിൻ്റെ പുത്രൻ ശ്രീരാമൻ. ഇതെൻ്റെ അനിയൻ ലക്ഷ്മണൻ. ഇവളെൻ്റെ പത്നി സീത. നിന്നെപ്പോലുള്ള ഭീകര രാക്ഷസരെ വധിച്ച് ലോകം രക്ഷിക്കാനും ധർമ്മം സംരക്ഷിക്കാനുമാണ് ഞങ്ങൾ വന്നത്. ആ ഭീകരസത്വം അട്ടഹസിച്ചുകൊണ്ട് പറയുന്നു, ശക്തനായ വിരാത രാക്ഷസനെക്കുറിച്ച് മൂഢനായ നീ കേട്ടിട്ടില്ലേ? ഇത് ഘോരവനമാണ്. എന്നെ പേടിച്ച് ഇവിടെ മുനിമാരാരും നിൽക്കാറില്ല. ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ എന്നെ പേടിച്ച് ഓടിപ്പോയി. നിനക്ക് ജീവൻ വേണമെങ്കിൽ ആ സുന്ദരിയെയും കയ്യിലുള്ള ആയുധങ്ങളും ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ തന്നെ പൊക്കോ, അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ തിന്നും. ഇതും പറഞ്ഞ് സീതയെ പിടിക്കാനായി ഓടിയെടുക്കുന്നു. സീത ഭയന്നു പോകുന്നു. ഇത് കണ്ട ശ്രീരാമൻ അസ്ത്രമെയ്ത് വിരാതൻ്റെ 2 കൈകളും വെട്ടിക്കളയുന്നു. പിന്നെ കാലുകളും തലയും വെട്ടുന്നു. ജീവനറ്റ് കിടക്കുന്ന ആ ശരീരത്തിൽ നിന്നും സുന്ദരമായ ഒരു പുരുഷൻ പുറത്തേക്ക് വരുന്നു. ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് പറയുന്നു, കാരുണ്യവാനെ, ഞാൻ വിദ്യാധരൻ എന്ന ഒരു ദേവനാണ്. ദുർവാസാവ് മഹർഷി ശപിച്ചതിനാലാണ് ഞാൻ ഇങ്ങനെയായി തീർന്നത്. അങ്ങയുടെ ആഗമനത്താൽ എനിക്ക് ശാപമോക്ഷം കിട്ടി. അങ്ങയുടെ ദർശനം ലഭിച്ച ഞാൻ മഹാഭാഗ്യവാനാണ്. എപ്പോഴും ഭക്തിപൂർവ്വം അങ്ങയെക്കുറിച്ച് ചിന്തിക്കാനും എൻ്റെ വാക്കുകൾ എന്നും രാമനാമം ചൊല്ലാനും കാതുകൾ രാമകഥ കേൾക്കാനും എൻ്റെ കൈകൾ അങ്ങയുടെ പാദപൂജ ചെയ്യാനും എൻ്റെ കണ്ണുകൾ അങ്ങയുടെ ദിവ്യരൂപം ദർശിക്കാനും എൻ്റെ ശിരസ് അങ്ങയെ വന്ദിക്കാനും മാത്രമുള്ളതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഉത്തമ ഭക്തരുടെ ഭൃത്യനായി ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. ലോകത്തിൻ്റെ മഹാമായ എന്നെ മോഹിപ്പിച്ച് വീണ്ടും തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള അനുഗ്രഹം അങ്ങെനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുന്നു. ശ്രീരാമൻ പറയുന്നു, സംസാര ദുഃഖങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചാൽ മാത്രമേ എന്നെ കാണാനാവൂ. ഭക്തി ഉണ്ടെങ്കിലേ മുക്തി ലഭിക്കൂ. നിനക്കിനി അതുണ്ടാവും എന്ന് പറഞ്ഞ് ശ്രീരാമൻ വിദ്യാധരനെ അനുഗ്രഹിക്കുന്നു. അയാൾ ശ്രീരാമനെ സാഷ്ടാംഗം വന്ദിച്ച് ദേവലോകത്തേക്ക് യാത്രയാവുന്നു. ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് അവിടുന്ന് അവർ പോകുന്നത്. ശരഭംഗ മഹർഷി അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിലാണ്. ശ്രീരാമൻ്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹം. അവിടെ എത്തിയ ശ്രീരാമനെ ശരഭംഗ മഹർഷിയുടെ ശിഷ്യന്മാർ സ്വീകരിച്ചു. ശ്രീരാമനെ കണ്ടപ്പോൾ അദ്ദേഹത്തിനേറെ സന്തോഷമായി. അതുവരെ ജീവിതത്തിൽ തപസ്സുകൊണ്ടും പുണ്യപ്രവർത്തികൾ കൊണ്ടും അദ്ദേഹം നേടിയ പുണ്യം മുഴുവൻ ശ്രീരാമൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് അദ്ദേഹം മരണമടഞ്ഞു. ദണ്ഡക വനത്തിൽ ജീവിച്ചിരുന്ന മഹർഷിമാരൊക്കെ ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും കാണാനെത്തുന്നു. അവർ ശ്രീരാമനെ അവരുടെ ആശ്രമങ്ങളിലേക്ക് വിളിക്കുന്നു. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്നും രാവണൻ അടക്കമുള്ള രാക്ഷസരെ വധിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കലാണ് അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശമെന്നും ആ മുനിമാർക്കറിയാമായിരുന്നു. ആശ്രമങ്ങൾ സന്ദർശിക്കുന്ന ഭഗവാൻ അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന തലയോട്ടികളും അസ്ഥികളുമൊക്കെ കാണുന്നുണ്ട്.
മുനിമാരുടെ യാഗങ്ങൾ മുടക്കി രാക്ഷസർ അവരെ കൊന്നൊടുക്കിയതിൻ്റെ അവശിഷ്ടങ്ങളാണതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. പിന്നീടുള്ള 13 വർഷക്കാലം ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അവരോടൊപ്പം അവിടെ വസിച്ചു. അവിടെ ഉണ്ടായിരുന്ന രാക്ഷസരെയൊക്കെ ഭഗവാൻ വധിച്ച് അവിടമാകെ ശാന്തമാക്കി തീർത്തു. അവിടുന്ന് അവർ സുധീഷ്ണാശ്രമത്തിലേക്കാണ് പോകുന്നത്. അവിടം പൂക്കളും പക്ഷികളും പുഴകളും കൊണ്ട് മനോഹരമാണ്. സുധീഷ്ണ മഹർഷി ശ്രീരാമനെ ഫലമൂലാദികളൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് സുധീഷ്ണൻ. അദ്ദേഹം ശ്രീരാമനോട് പറയുന്നു, അങ്ങയുടെ ഭക്തരെ മായാലോകം ബാധിക്കില്ല, അജ്ഞരെയാണ് ബാധിക്കുക. അങ്ങ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായ പരബ്രഹ്മമാണ്. സൂര്യൻ ജലത്തിലും മരച്ചില്ലകൾക്കിടയിലുമെല്ലാം വ്യത്യസ്തമാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഒന്നാണ്. അത് ജ്ഞാനം ലഭിച്ചവർക്ക് മനസ്സിലാവും. നാമജപം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർക്ക് അങ്ങയുടെ വരപ്രസാദം കിട്ടും. ശ്രീരാമൻ പറയുന്നു, അങ്ങ് എന്നെ നിത്യോപാസന ചെയ്ത് ശുദ്ധമായ മനസ്സോടെ ഉള്ളവനായതിനാലാണ് ഞാനിവിടെ എത്തിയത്. എന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവർ എന്നെ ഏത് രീതിയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ ഞാൻ എത്തും. ശ്രീരാമൻ സുധീഷ്ണനോട് ആവശ്യപ്പെടുന്നു, എനിക്ക് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ പോകണം, അവിടെ താമസിക്കുകയും വേണം. അവർ അന്ന് അവിടെ തങ്ങി പിറ്റേ ദിവസം അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിയിൽ അഗസ്ത്യ മഹർഷിയുടെ അനുജൻ്റെ ആശ്രമത്തിലും കയറുന്നു. പിറ്റേ ദിവസം അഗസ്ത്യാശ്രമത്തിലേക്ക് എത്തുന്നു. അഗസ്ത്യാശ്രമം വളരെ ശാന്തവും മനോഹരവുമായിരുന്നു. പൂക്കളും വള്ളികളും കിളികളും നിറഞ്ഞ ഇടം. സിംഹവും പശുവുമൊക്കെ ശാന്തരായി ഒരിടത്ത് വിഹരിക്കുന്നു. ഒരുപാട് മുനിമാർ വേദമന്ത്രങ്ങൾ ഉരുവിടുന്നു. അവിടെ എത്തിയ ശ്രീരാമൻ അവിടെ കണ്ട ശിഷ്യരോട് ശ്രീരാമൻ വന്നിരിക്കുന്നു എന്ന് അഗസ്ത്യ മഹർഷിയെ അറിയിക്കാൻ പറയുന്നു. അതേസമയം അഗസ്ത്യ മഹർഷി ശിഷ്യന്മാർക്ക് രാമമന്ത്രത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പരമാത്മ തത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ശ്രീരാമൻ വന്നെന്ന വാർത്തയറിഞ്ഞ് അവിടെ എത്തിയ അഗസ്ത്യൻ, അങ്ങ് വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുന്നു. എത്ര കാലമായി രാമമന്ത്രം ജപിച്ച് ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങെൻ്റെ അതിഥിയായി ഇവിടെ എത്തിയത് എൻ്റെ മഹാഭാഗ്യമാണ്. ഇവിടേക്ക് അങ്ങേക്ക് സ്വാഗതം എന്ന് പറയുന്നു. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും അഗസ്ത്യ മഹർഷിയെ ദണ്ഡനമസ്കാരം ചെയ്യുന്നു. അഗസ്ത്യ മഹർഷി പറയുന്നു, പരമാത്മാവ് ഒന്നിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല, എന്നാൽ അതെല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നതായി തോന്നും. ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് ഭക്തിയാണ്. സജ്ജന സമ്പർക്കം ഭക്തിയിലേക്ക് നയിക്കും. അതുവഴി മോക്ഷം പ്രാപിക്കും. എനിക്കെന്നും അങ്ങയുടെ നാമം ജപിക്കണം എന്നാണ് ആഗ്രഹം. എൻ്റെ ഹൃദയത്തിൽ എന്നും അങ്ങുണ്ടാവണം. ഒരിക്കൽ ഇന്ദ്രൻ ഒരു അമ്പും വില്ലും ആവനാഴിയും അഗസ്ത്യ മഹർഷിയെ ഏൽപ്പിച്ചിട്ട് പറയുന്നു, ഇത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ അങ്ങയെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന്. അത് അഗസ്ത്യ മഹർഷി ശ്രീരാമനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഭൂമിക്ക് ഭാരമായ രാക്ഷസ വംശത്തെ അങ്ങ് ഉന്മൂലനം ചെയ്യണം. കുറച്ചുനാൾ അവർ അഗസ്ത്യാശ്രമത്തിൽ തങ്ങിയ ശേഷം അവർ കുറച്ച് ദൂരെയുള്ള പഞ്ചവടി എന്ന സ്ഥലത്തേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ ജടായുവിനെ കാണുന്നു. ജടായു ഒരു ഭീമാകാരനായ വൃദ്ധപക്ഷിയാണ്. ഭീമാകാരമായ ആ രൂപം കണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ഇതൊരു ഭീകര രാക്ഷസനാണെന്ന് തോന്നുന്നു. ഇതിനെ ഇപ്പോൾ തന്നെ ഞാൻ വധിക്കും. ലക്ഷ്മണ, നീ വില്ലെടുക്ക്. അത് കേട്ട ജടായു ശ്രീരാമനോട് പറയുന്നു, ഞാൻ അങ്ങയുടെ പിതാവ് ദശരഥൻ്റെ ആത്മമിത്രമാണ്, അങ്ങയുടെ ഭക്തനുമാണ്. എൻ്റെ പേര് ജടായു എന്നാണ്. ഇത് കേട്ട് ജടായുവിനെ ശ്രീരാമൻ ആലിംഗനം ചെയ്യുന്നു. താങ്കളെ തെറ്റിദ്ധരിച്ചതിൽ ഖേദിക്കുന്നു. എൻ്റെ പെരുമാറ്റത്തിൽ വിഷമിക്കരുത്. അങ്ങ് ഇവിടെ തന്നെ താമസിച്ചോളൂ. ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും പഞ്ചവടിയിൽ ഒരു പർണശാല കെട്ടി താമസിക്കുന്നു. പഞ്ചവടി പ്രകൃതി മനോഹരമായ ശാന്തസുന്ദരമായ സ്ഥലമാണ്. ലക്ഷ്മണൻ ശ്രീരാമനും സീതാദേവിക്കും കാവലായി നിൽക്കുന്നു. 3 പേരും അടുത്തുള്ള ഗൗതമി നദിയിൽ പോയി സ്നാനം ചെയ്യും. അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ ജീവിക്കുന്നു. ലക്ഷ്മണൻ ഒരിക്കൽ ശ്രീരാമനോട് മുക്തിമാർഗത്തെക്കുറിച്ച് ചോദിക്കുന്നു. ശ്രീരാമൻ പറയുന്നു, ജ്ഞാനം, വിജ്ഞാനം, ഭക്തി, മോക്ഷം, ഇതാണ് വഴി. ഭക്തിയുണ്ടെങ്കിൽ മുക്തി നേടും. ഭക്തജനങ്ങളുമായുള്ള സമ്പർക്കം, പ്രാർത്ഥന, വ്രതങ്ങൾ, പാരായണം, കീർത്തനം, പൂജകൾ ഒക്കെ മോക്ഷത്തിലേക്കുള്ള ഭക്തിമാർഗമാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന ആശയമാണ് അദ്വൈതം.
മനസ്സ്, വാക്ക്, കർമ്മം ഇവയെ നിയന്ത്രിക്കണം. സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. സർവാത്മാവായ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സുഖവും ദുഃഖവും ഒരുപോലെ കാണണം. ദൈവീക കർമ്മങ്ങൾ പിന്തുടരണം. ജ്ഞാനം ആർജിക്കാൻ ശ്രമിക്കണം. ദേഹം, ജീവൻ, ബുദ്ധി, മനസ്സ്, ആത്മാവ് ഒക്കെ വേറെയാണ്. എല്ലാത്തിനും മേലെയാണ് ആത്മാവ്. വിജ്ഞാനം ശാസ്ത്രസംബന്ധമായ അറിവാണ്. ജ്ഞാനം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സ്വയം ആർജിക്കുന്നതാണ്. ഏകാഗ്ര മനസ്സോടെ വേണം ഇതിനെയൊക്കെ സമീപിക്കാൻ. ദണ്ഡകവനത്തിൽ ജനപദം എന്ന സ്ഥലത്താണ് രാവണൻ്റെ പെങ്ങൾ ശൂർപ്പണഖ താമസിക്കുന്നത്. ശൂർപ്പണഖ ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ മനോഹരമായ കാൽപ്പാടുകൾ കാണുന്നു. ആ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകുന്ന ശൂർപ്പണഖ ആശ്രമത്തിലേക്കെത്തുന്നു. അവിടെ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും കാണുന്നു. ശ്രീരാമനെ കണ്ട മാത്രയിൽ തന്നെ ശൂർപ്പണഖ പ്രണയപരവശയായി ഒരു സുന്ദരിയുടെ രൂപം ധരിച്ച് ശ്രീരാമൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ആരാണ് നീ? നീ എത്ര സുന്ദരനാണ്? ഉത്തരം പറയും മുന്നേ പറയുന്നു, ഞാൻ രാവണൻ്റെ സഹോദരി ശൂർപ്പണഖയാണ്. വേറെ 3 സഹോദരന്മാർ കൂടി എനിക്കുണ്ട്. ഞങ്ങൾ ഇവിടെ ജനപദത്തിലാണ് താമസിക്കുന്നത്. ശ്രീരാമൻ പറയുന്നു, ഞാൻ അയോധ്യയിലെ രാജാവ് ദശരഥൻ്റെ പുത്രൻ ശ്രീരാമനാണ്. ഇതെൻ്റെ അനിയൻ ലക്ഷ്മണൻ. ഇതെൻ്റെ ഭാര്യ സീത. നീ എന്തിനാണ് ഇവിടെ വന്നത്? ശൂർപ്പണഖ പറയുന്നു, എന്നെ അങ്ങ് ഭാര്യയാക്കണം. ശ്രീരാമൻ ഇത് കേട്ട് സീതയെ നോക്കി ചിരിക്കുന്നു. എന്നിട്ട് സീതാദേവിയെ ചൂണ്ടിക്കാട്ടി പറയുന്നു, ഇത് സീത, ഇവളെൻ്റെ ഭാര്യയാണ്. നീ വേണമെങ്കിൽ ലക്ഷ്മണനെ നോക്കിക്കോളൂ. അപ്പോൾ ശൂർപ്പണഖ ലക്ഷ്മണൻ്റെ അടുത്ത് പോയി വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. ലക്ഷ്മണൻ പറയുന്നു, ഞാൻ ശ്രീരാമൻ്റെ സേവകൻ മാത്രമാണ്. എന്നെ കല്യാണം കഴിച്ചാൽ നീ സേവികയായി മാറേണ്ടി വരും. അതിനാൽ എന്നേക്കാൾ നല്ലത് ശ്രീരാമൻ തന്നെയാണ്. അത് കേട്ട് ശൂർപ്പണഖ വീണ്ടും ശ്രീരാമനെ സമീപിക്കുന്നു. ശ്രീരാമൻ വീണ്ടും ലക്ഷ്മണൻ്റെ അടുത്തേക്ക് വിടുന്നു. അവർ രണ്ടുപേരും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നു. ഇങ്ങനെയായപ്പോൾ ശൂർപ്പണഖയ്ക്ക് കലി കയറി. അവൾ രാക്ഷസിയുടെ രൂപമായി മാറി സീതാദേവിയെ പിടിക്കുന്നതിന് ഓടിക്കുന്നു. ഇത് കണ്ട് ലക്ഷ്മണൻ അമ്പെയ്ത് ശൂർപ്പണഖയുടെ നാസിക ഛേദിക്കുന്നു. അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ശൂർപ്പണഖ അവിടുന്ന് ഓടിപ്പോകുന്നു. ഇത് കണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ഇനി രാവണൻ്റെ വരവുണ്ടാകും. ശൂർപ്പണഖ നേരെ പോകുന്നത് സഹോദരൻ ഖരൻ്റെ അടുത്തേക്കാണ്. ഖരൻ്റെ അടുത്ത് പോയി കരഞ്ഞ് താഴെ വീഴുന്നു. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ, വനത്തിൽ 2 താപസരുണ്ട്. അവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അവരുടെ കൂടെ ഒരു സുന്ദരിയുമുണ്ട്. ഖരൻ തൻ്റെ ഭടന്മാരിൽ 14 പേരോട് അങ്ങോട്ട് പോയി അവരെ കൊന്നിട്ട് വരാൻ പറയുന്നു. അപ്പോൾ ശൂർപ്പണഖ പറയുന്നു, അവരുടെ ചോരയും പച്ചമാംസവും എനിക്ക് കിട്ടണം. ഇത് പറഞ്ഞ് അവരോടൊപ്പം അവളും പോകുന്നു. അവിടെ എത്തിയ 14 പേരെയും ശ്രീരാമൻ ഒരു നിമിഷം കൊണ്ട് വധിക്കുന്നു. ശൂർപ്പണഖ വീണ്ടും അലറിക്കരഞ്ഞുകൊണ്ട് ഖരൻ്റെ അടുത്തെത്തുന്നു. ഖരനും ദുഷണനും ത്രിശിരസും ഒക്കെയായി 14,000 ആളുകളുടെ സേന അങ്ങോട്ട് പോയി അവരെ വകവരുത്താൻ പറയുന്നു. സേന വരുന്ന ഒച്ച കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, നീ സീതയുമായി ഗുഹയിലേക്ക് പോയി അവിടെ സീതയ്ക്ക് കാവൽ നിൽക്കുക. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെ എന്തൊച്ച കേട്ടാലും ഇങ്ങോട്ട് വരരുത്. സീതയെ സംരക്ഷിക്കുകയാണ് നിന്റെ കർത്തവ്യം. ശ്രീരാമൻ അങ്ങോട്ട് വന്ന 14,000 രാക്ഷസരെയും വധിച്ചു. അവർ ദേവരൂപികളായി മാറി ശ്രീരാമനെ സ്തുതിച്ചു. രാക്ഷസരായിരുന്ന ഞങ്ങൾ പരമേശ്വരനെ തപസ്സു ചെയ്തു. പരമേശ്വരൻ പറഞ്ഞിരുന്നു, രാമനായി ഞാൻ അവതരിക്കും, അപ്പോൾ നിങ്ങൾക്ക് രക്ഷയുണ്ടാവുമെന്ന്. അങ്ങ് മഹാദേവൻ തന്നെയാണ്. ശ്രീ പരമേശ്വരനും മഹാവിഷ്ണുവും എല്ലാം പരമാത്മാവ് തന്നെയാണ്. രക്ഷ നേടിയ രാക്ഷസർ സ്വർലോകത്തേക്ക് പോയി. യുദ്ധത്തിൻ്റെ ഭാഗമായി ശ്രീരാമന് മുറിവുകൾ സംഭവിച്ചിരുന്നു. അവിടെ എത്തിയ സീതാദേവി ശ്രീരാമൻ്റെ മുറിവുകളിൽ സ്നേഹത്തോടെ തടവുന്നു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ഉടനെ ഇവിടെയുള്ള താപസരെ അറിയിക്കൂ, രാക്ഷസപ്പടയെ മുഴുവൻ നിഗ്രഹിച്ചു എന്ന്. ഇതറിഞ്ഞ താപസർ വളരെയേറെ സന്തോഷിച്ചു. സന്തോഷത്തോടെ അവർ രാക്ഷസബാധ ഏൽക്കാതിരിക്കാൻ 3 ആഭരണങ്ങൾ ലക്ഷ്മണൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നു. മോതിരം, ചൂടാരത്നം, പടച്ചട്ട എന്നിവയായിരുന്നു അവ. മോതിരം ശ്രീരാമനും ചൂടാരത്നം സീതാദേവിക്കും പടച്ചട്ട ലക്ഷ്മണനും ആയിരുന്നു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ഇനി രാവണൻ്റെ ആഗമനമാണ്. ശൂർപ്പണഖ ലങ്കയിൽ രാവണൻ്റെ അടുത്തെത്തുന്നു. രാവണൻ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന സഹോദരിയോട് ചോദിക്കുന്നു, വത്സേ, നിനക്കെന്തു പറ്റി? എന്താണ് ഈ വൈരൂപ്യത്തിന് കാരണം?
എൻ്റെ സഹോദരിയെ ഇങ്ങനെ ആക്രമിക്കാനും വേണ്ടും ഈ 3 ലോകത്തും ആരാണുള്ളത്? ശൂർപ്പണഖ അതിയായ ക്രോധത്തോടെ പറയുന്നു. മൂഢൻ! സ്ത്രീസേവയുമായിരിക്കുന്ന നീ വെറുമൊരു പെൺകോന്തനാണ്. ഈ നാട്ടിൽ നടക്കുന്നത് എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ? നിനക്കിവിടെ ചാരദൃഷ്ടിയുണ്ടോ? ഖരനും ദൂഷണനും ത്രിശിരസും 14,000 പടയാളികളും ക്ഷണനേരം കൊണ്ട് കൊല്ലപ്പെട്ടു. ശ്രീരാമൻ അവരെ കാലപുരിക്കയച്ചു. രാവണൻ ചോദിക്കുന്നു, ഏത് ശ്രീരാമൻ? എന്തിനാണവൻ അവരെ കൊന്നത്? ഞാൻ അവനെ ജീവനോടെ വെച്ചേക്കില്ല. എന്താണ് കാര്യമെന്ന് പറയൂ. ശൂർപ്പണഖ പറയുന്നു, ഞാനൊരിക്കൽ ജനപദത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവിടെ ഗൗതമി നദീതീരത്ത് ഞാനൊരാശ്രമം കണ്ടു. അവിടെ ജടാവൽക്കലധാരികളായ ശ്രീരാമൻ, അവൻ്റെ അനിയൻ ലക്ഷ്മണൻ, അവരോടൊപ്പം അതിസുന്ദരിയായ ഒരു സ്ത്രീയും. ഈ മൂലോകത്തും അവളുടെ അത്രയും സുന്ദരിയായ സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. ശ്രീ പാർവതിയേക്കാൾ, സരസ്വതിയേക്കാൾ, ലക്ഷ്മിയേക്കാൾ, നാഗലോകത്തും ഗന്ധർവലോകത്തുമുള്ള എല്ലാ സ്ത്രീകളേക്കാൾ സുന്ദരിയായ ഒരുവൾ. അവളെ കണ്ടപ്പോൾ അവൾ നിനക്ക് ചേരുമെന്ന് തോന്നി. അവൾ നിന്റെ പത്നിയായാൽ നിന്റെ യശസ് ഒന്നുകൂടി ഉയരുമെന്ന് തോന്നി. അവളുടെ ഭർത്താവായാൽ നീ ലോകനാഥനാകും. അതുകൊണ്ട് അവളെ പിടിച്ചു കൊണ്ടുവന്ന് നിന്നെ ഏൽപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ പോയതാണ് ഞാൻ. രാവണൻ്റെ ബലഹീനത മുതലെടുത്ത് അയാളെ പ്രകോപിപ്പിച്ച് ഇറക്കിവിടാൻ ശ്രമിക്കുകയാണ് ശൂർപ്പണഖ. ഇത് കേട്ട രാവണൻ തൻ്റെ അന്തഃപുരത്തിൽ പോയിരുന്ന് ചിന്തിക്കുന്നു. വെറും ഒരു മനുഷ്യന് ഖരനെ പോലുള്ള ഒരു രാക്ഷസനെയും 14,000 പടയെയും ക്ഷണനേരം കൊണ്ട് വധിക്കാൻ സാധിക്കില്ല. അവൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാവും. അവൻ തീർച്ചയായും എന്നെ വധിക്കാനാവും വന്നിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിൽ അവനെ എതിരിടുന്നതാണ് നല്ലത്. അവൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ടാൽ എനിക്ക് വൈകുണ്ഠം ലഭിക്കും. അഥവാ ഞാൻ ജയിച്ചാൽ എനിക്ക് രാക്ഷസ രാജാവായി എന്നും വാഴാം. എനിക്കൊരിക്കലും ഭക്തി കൊണ്ട് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ വിദ്വേഷ ബുദ്ധി കൊണ്ട് മോക്ഷം നേടാനാവും. രാവണൻ പിറ്റേന്ന് രാവിലെ തന്നെ മാരീചൻ്റെ ഗൃഹത്തിലേക്ക് എത്തുന്നു. മാരീചൻ എന്ന രാക്ഷസൻ മുമ്പ് സുബാഹുവിനൊപ്പം ചേർന്ന് ഋഷിമാരുടെ ഹോമം മുടക്കാൻ ചെന്ന് സുബാഹു ശ്രീരാമനാൽ വധിക്കപ്പെടുകയും മാരീചൻ മനസ്സുമാറി ശ്രീരാമഭക്തനാവുകയും ചെയ്തിരുന്നു. രാവണൻ ഇവിടെ എത്തുമ്പോൾ മാരീചൻ ശ്രീരാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവണനെ കണ്ടപ്പോൾ തന്നെ മാരീചന് പരിഭ്രമം തോന്നി. തനിക്കുള്ള എന്തെങ്കിലും പണിയുമായാവും രാവണൻ വന്നിരിക്കുന്നതെന്ന് പേടിയുമുണ്ടായി. എങ്കിലും മാരീചൻ എല്ലാ ആതിഥ്യ മര്യാദയോടും കൂടി തന്നെ രാവണനെ സ്വീകരിക്കുന്നു. മാരീചൻ ചോദിക്കുന്നു, എന്തേ അങ്ങ് ഒറ്റയ്ക്ക് വന്നത്? മുഖത്തെന്താണൊരു വിഷമം? ന്യായവും പാപരഹിതവുമായ എന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ? പ്രിയ സുഹൃത്തെ, നിന്നെപ്പോലുള്ള ഒരു സുഹൃത്ത് എന്നോടൊപ്പമുള്ളതാണ് എൻ്റെ ഭാഗ്യം. ശൂർപ്പണഖ എന്നോട് പറഞ്ഞു, ദശരഥൻ്റെ 2 മക്കൾ ശ്രീരാമനും ലക്ഷ്മണനും കാട്ടിൽ വസിക്കുന്നുണ്ട്. അവരോടൊപ്പം അതിസുന്ദരിയായൊരു സ്ത്രീയുമുണ്ട്. അവളെ എനിക്ക് പിടിച്ചു കൊണ്ടുവരണം. അതിനായി അവളെ അവരിൽ നിന്ന് അകറ്റണം. നീ ഒരു സ്വർണ്ണമാനിൻ്റെ രൂപം ധരിച്ച് അങ്ങോട്ട് പോകണം. ഇത് കേട്ട് പേടിച്ച് വിറച്ച മാരീചൻ ചോദിക്കുന്നു, ഇതാരാണ് നിനക്ക് ഉപദേശിച്ചു തന്നത്? ഇത് നിന്റെ സമ്പൂർണ്ണ നാശത്തിനുള്ള തുടക്കമാണ്. ശ്രീരാമൻ അതിശക്തനാണ്. ഞാനൊരിക്കൽ അദ്ദേഹത്തോട് എതിരിട്ടതാണ്. എന്നാൽ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പരമഭക്തനാണ്. രാക്ഷസ വംശത്തിൻ്റെ പരിപാലനമാണ് നിന്റെ ദൗത്യം. ശ്രീരാമനോട് എതിരിട്ട് രാക്ഷസ വംശത്തിൻ്റെ നാശത്തിനാണ് നീ തുടക്കം കുറിക്കുന്നത്. ശ്രീരാമൻ പരമാത്മാവാണ്. അദ്ദേഹത്തെ ഭജിച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടും. രാവണൻ പറയുന്നു, ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടാൻ ഇതല്ലേ നല്ലത്? വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാർ ഒരിക്കൽ സനക മഹർഷി അവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു. ദേഷ്യം വന്ന മഹർഷി അവരെ ശപിച്ചു. നിങ്ങൾ 3 ജന്മം രാക്ഷസരായി ജനിക്കട്ടെ എന്ന്. ആദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജന്മമെടുത്തു. ഇത് 2ാം ജന്മമാണ്. ശ്രീരാമനാൽ വധിക്കപ്പെട്ടാൽ എനിക്ക് മോക്ഷം ലഭിക്കും. അതിനുള്ള കാരണമാവും ഇത്. ഭഗവാന്റെ ഹിതം മാറ്റിമറിക്കാനാവില്ല. നീ വേഗം ഒരു സ്വർണ്ണമാനിൻ്റെ രൂപം ധരിച്ച് ശ്രീരാമൻ്റെ ആശ്രമത്തിനടുത്തേക്ക് പോകൂ. അല്ലെങ്കിൽ ഞാൻ നിന്നെ വധിക്കും. രാവണൻ്റെ കൈകളാൽ വധിക്കപ്പെടുന്നതിലും ശ്രീരാമൻ്റെ കൈകളാൽ വധിക്കപ്പെട്ട് മോക്ഷം നേടുന്നതാണ് എന്ന് ചിന്തിച്ച മാരീചൻ സ്വർണ്ണമാനിൻ്റെ രൂപം ധരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. സീതയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ ഭ്രമിപ്പിക്കുന്നു. സീതയെ കളിപ്പിക്കുന്ന രീതിയിൽ തെളിഞ്ഞും മറഞ്ഞും പോകുന്നു. ഇത് കണ്ട ശ്രീരാമൻ സീതയോട് പറയുന്നു, ഇത് രാവണൻ്റെ കളിയാണ്. നിന്നെ തട്ടിക്കൊണ്ടു പോകുന്നതിന് രാവണൻ ഇവിടെ എത്തും. അതിനാൽ യഥാർത്ഥ ഭഗവതിയെ അഗ്നിമണ്ഡലത്തിൽ ഒളിപ്പിച്ച് മായാസീതയായി വരൂ. അതിനാൽ ഇനിയുള്ള കഥയിൽ മായാസീതയാണുള്ളത്.
സീത രാമനോട് പറയുന്നു, ആ കനകവർണ്ണമുള്ള മാനിനെ കാണാൻ നല്ല രസമില്ലേ? അതിനെ കൊണ്ടുവരൂ. എനിക്ക് നല്ല കളിക്കൂട്ടായിരിക്കും അത്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, നീ സീതയെ സംരക്ഷിച്ച് ഇവിടെ നിൽക്കൂ. ഞാൻ മാനിനെ പിടിച്ചിട്ട് വരാം. രാമൻ ചെല്ലുമ്പോൾ മാൻ മാറി മാറി പോകുന്നു. മാനിനെ പിടിക്കാൻ കിട്ടാതായപ്പോൾ അമ്പെയ്യുന്നു. ചത്തുവീണ മാനിൽ നിന്നും മാരീചൻ എണീറ്റ് വന്ന് രാമ രാമ എന്ന് കരഞ്ഞുകൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു. നിലവിളി കേട്ട സീത ലക്ഷ്മണനോട് പറയുന്നു, ശ്രീരാമന് എന്തോ സംഭവിച്ചു. നീ പോയി ജ്യേഷ്ഠനെ രക്ഷിക്കൂ. ലക്ഷ്മണൻ പറയുന്നു, ഇത് ജ്യേഷ്ഠൻ്റെ കരച്ചിലല്ല, രാക്ഷസരുടെ വേലയാണ്. ജ്യേഷ്ഠന് ഒന്നും സംഭവിക്കില്ല. ഇത് കേട്ട സീത പറയുന്നു, നീ രാക്ഷസ വംശത്തിൽ പിറന്നവനാണോ? നിനക്ക് ജ്യേഷ്ഠനോട് സ്നേഹമില്ലേ? നീയും ഭരതൻ്റെ അതേ ചിന്താഗതിയുള്ളവനാണ്. നീ ജ്യേഷ്ഠൻ്റെ മരണം ആഗ്രഹിക്കുന്നവനാണ്. ശ്രീരാമൻ മരിച്ചാൽ നിനക്ക് എന്നെ സ്വന്തമാക്കാമെന്ന മോഹമാണ്. ഞാൻ ശ്രീരാമനെയല്ലാതെ മറ്റാരെയും നെഞ്ചിലേറ്റില്ല. ഇത് കേട്ട ലക്ഷ്മണൻ തൻ്റെ കാതുകൾ അടച്ചു പിടിക്കുന്നു. എന്നിട്ട് സീതയോട് പറയുന്നു, നിങ്ങളുടെ നാശമെടുത്തു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ലക്ഷ്മണൻ സങ്കടത്തോടെ വനദേവതമാരോട് സീതയെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി രാമനെ അന്വേഷിക്കാൻ പോകുന്നു. ലക്ഷ്മണൻ പോകാൻ നോക്കിയിരുന്ന രാവണൻ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് അവിടെ എത്തുന്നു. സന്യാസി വേഷത്തിൽ കണ്ട രാവണനെ സീത ഫലമൂലാദികളൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു. അങ്ങ് ഇത് കഴിച്ച് ഇവിടെ വിശ്രമിക്കൂ, എൻ്റെ ഭർത്താവ് ഇപ്പോൾ വരും. രാവണൻ സീതയോട് ചോദിക്കുന്നു, സുന്ദരി, നീ ആരാണ്? ഞാൻ ദശരഥപുത്രൻ ശ്രീരാമൻ്റെ പത്നി സീതയാണ്. എൻ്റെ നാട് വൈദേഹത്താണ്. താങ്കൾ ആരാണ് എന്ന് സീത ചോദിക്കുന്നു. ഞാൻ പൗരസ്ത്യനായ രാവണനാണ്. 3 ലോകങ്ങളിലും എന്നെ അറിയാത്ത ആരുമില്ല. ഞാൻ നിന്നെ കണ്ട് പരവശനായാണ് ഇങ്ങോട്ട് വന്നത്. നീ എൻ്റെ കൂടെ വരൂ. എന്തിനാണ് രാമൻ്റെ കൂടെ കാട്ടിൽ താമസിക്കുന്നത്? കാട് നിനക്ക് ദുഃഖമേ തരൂ. ലങ്ക എന്ന് കേട്ടിട്ടില്ലേ? ലങ്ക സ്വർഗത്തേക്കാൾ മനോഹരമായ സ്ഥലമാണ്. ഇത് കേട്ട് ക്രോധം കൊണ്ട് ജ്വലിച്ച സീത പറയുന്നു, നിന്റെ മരണമടുത്തു, അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്. മുയൽ സിംഹത്തിൻ്റെ മുന്നിൽ ധീരത കാണിക്കുന്നത് പോലെയാണിത്. രാമബാണമേറ്റാൽ നീ ബാക്കിയുണ്ടാവില്ല. അപ്പോൾ രാവണൻ 10 തലകളും 20 കൈകളുമുള്ള രൂപം പുറത്തെടുത്ത് സീതയെ പിടിച്ചു വലിച്ച് തേരിലിട്ട് തെക്കുഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. സീത രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്നു. ഇത് കേട്ട് ജടായു പറന്നെത്തി സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന രാവണനോട് പറയുന്നു, ഹോമദ്രവ്യം പട്ടിയെടുത്തു കൊണ്ടുപോകുന്നത് പോലെയാണ് നീ സീതാദേവിയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ജടായു രാവണനെ ആക്രമിക്കുന്നു. ജടായുവിൻ്റെ നഖങ്ങൾ കൊണ്ട് രാവണൻ്റെ മുഖം കീറി. തേര് നശിച്ചു. വില്ലൊടിഞ്ഞു. രാവണൻ ചന്ദ്രഹാസമെന്ന വാളെടുത്ത് വീശി ജടായുവിൻ്റെ ചിറകുകൾ അരിയുന്നു. ജടായു വലിയ ശബ്ദത്തോടെ താഴെ വീണു. ഇത് കണ്ട സീതാദേവി ജടായുവിനോട് പറയുന്നു, നീ ഇപ്പോൾ മരിക്കില്ല. ശ്രീരാമൻ്റെ തലോടലേറ്റിട്ട് മരണമടയൂ. രാവണൻ മറ്റൊരു തേരിലേറി രക്ഷപ്പെടുന്നു. പോകുന്ന വഴിയിൽ ഒരു പർവ്വതത്തിന് മുകളിൽ 5 വാനരന്മാരിരിക്കുന്നത് കാണുന്നു. സീതാദേവി തൻ്റെ ആഭരണങ്ങളൂരി ഉത്തരീയത്തിൻ്റെ അറ്റം കീറി അതിൽ പൊതിഞ്ഞ് അവർക്കിടയിലേക്കിടുന്നു. തന്നെ അന്വേഷിച്ച് വരുമ്പോൾ രാമന് ഇത് സഹായകമാകും എന്ന വിശ്വാസത്തോടെയാണ് ഇടുന്നത്. രാവണൻ സീതയുമായി ലങ്കയിലേക്കെത്തി. അശോകവനികയിൽ ശിക്ഷഭാ വൃക്ഷച്ചുവട്ടിൽ രാവണൻ്റെ വിശ്വസ്തരായ കുറച്ച് രാക്ഷസ സ്ത്രീകളെ കാവലായി നിർത്തി അവിടെ സീതയെ പാർപ്പിക്കുന്നു. സീത രാമനെ ഓർത്ത് രാമ രാമ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ എഴുത്തച്ഛൻ പറയുന്നു, മായ നിമിത്തമുള്ള സങ്കടം മനുഷ്യർക്ക് തടയാനാവില്ല, അത് അനുഭവിച്ചേ തീരൂ. മാരീചനെ കൊന്ന ശ്രീരാമൻ ആശ്രമത്തിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ ലക്ഷ്മണൻ വരുന്നത് കാണുന്ന ശ്രീരാമൻ ചിന്തിക്കുന്നു, മായാ സീതയെയാണ് രാവണൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ശരിക്കുള്ള സീത അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അത് ലക്ഷ്മണൻ അറിയില്ല. അതിനാൽ ലക്ഷ്മണന് മുന്നിൽ ഞാനിനി അഭിനയിക്കണം. ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിക്കുന്നു, ആശ്രമത്തിൽ സീതാദേവി ഒറ്റയ്ക്കല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അങ്ങയുടെ ശബ്ദം കേട്ട് പേടിച്ച ദേവി എന്നോട് അങ്ങയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് വിലപിച്ചു. കൂടാതെ എനിക്ക് അങ്ങയോട് പറയാൻ സാധിക്കാത്ത എൻ്റെ മനസ്സ് വിഷമിപ്പിച്ച പല കാര്യങ്ങളും ദേവി എന്നോട് പറഞ്ഞു. ശ്രീരാമൻ പറയുന്നു, എന്തായാലും നീ ചെയ്തത് തെറ്റാണ്. അവിടം രാക്ഷസരൊക്കെ ചുറ്റി നടക്കുന്ന ഇടമാണ്. സീത വിലപിച്ചെങ്കിലും നീ വരരുതായിരുന്നു. ആശ്രമത്തിലെത്തിയ അവർക്ക് സീതയെ കാണാനായില്ല. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയെ കാടുനീളെ അന്വേഷിക്കുന്നു. കാട്ടിലെ മരങ്ങളോടും മൃഗങ്ങളോടുമെല്ലാം അന്വേഷിക്കുന്നു. അവിടെ ഒരിടത്ത് തകർന്ന തേരും വില്ലും കിടക്കുന്നത് കാണുന്നു. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു,
സീതയെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസനെ മറ്റൊരു രാക്ഷസൻ ആക്രമിച്ചു കാണും. അപ്പോഴാണ് കുറച്ച് നീങ്ങി അവർ ഒരു ഘോര രൂപത്തെ കാണുന്നത്. ചിറകുകളറ്റ ജടായുവായിരുന്നു അത്. എന്നാൽ ശ്രീരാമൻ അത് ഏതോ രാക്ഷസനാണെന്ന് തെറ്റിദ്ധരിച്ച് കൊല്ലാൻ ഓടിയെടുക്കുന്നു. ജടായു പറയുന്നു, ഞാൻ ജടായുവാണ്. സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഞാൻ തടയാൻ ശ്രമിച്ചു. രാവണൻ എൻ്റെ ചിറകുകൾ അരിഞ്ഞ് താഴെയിട്ടു. എന്നിട്ട് സീതാദേവിയെയും കൊണ്ട് തെക്കുഭാഗത്തേക്ക് പോയി. അങ്ങ് വന്ന് എന്നെ കാണുന്നതുവരെ ജീവൻ നിലനിർത്താൻ ദേവി എന്നെ അനുഗ്രഹിച്ചു. അങ്ങ് മഹാവിഷ്ണുവാണെന്ന് എനിക്കറിയാം. എൻ്റെ അവസാന കാലത്ത് അങ്ങയെ ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. അങ്ങെന്നെ അനുഗ്രഹിക്കണം. ശ്രീരാമൻ ജടായുവിൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ച് തടവുന്നു. ജടായു അവിടെ കിടന്ന് മരിക്കുന്നു. ജടായുവിന് വേണ്ടി ചിതയൊരുക്കാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് ആവശ്യപ്പെടുന്നു. ആ പക്ഷിശ്രേഷ്ഠന് വേണ്ട ഉദയക്രിയകളൊക്കെ ചെയ്യുന്നു. ചിത എരിയുന്ന സമയത്ത് അതിൽ നിന്നും ഒരു ചൈതന്യരൂപം പുറത്തു വന്ന് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നു. അങ്ങാണ് പരമാത്മാവ്. അങ്ങയുടെ ചൈതന്യമാണ് സർവചരാചരങ്ങളിലുമുള്ളത് എന്ന് പറഞ്ഞ് ആ ചൈതന്യരൂപം വിമാനത്തിലേറി സ്വർഗലോകം പോകുന്നു. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയെ തേടി മറ്റൊരു കാട്ടിലെത്തി. അവിടെ ഒരു ഭീകര രൂപത്തെ കാണുന്ന ശ്രീരാമൻ ലക്ഷ്മണന് കാണിച്ചു കൊടുക്കുന്നു. ആ വിചിത്ര ജീവിക്ക് തലയില്ല. അതിൻ്റെ വായ മാറിലാണുള്ളത്. നീണ്ട കൈകളാണുള്ളത്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, നീ പേടിക്കണ്ട. ഒരേ സമയം നമുക്ക് 2 കൈകളും വെട്ടാം. അവർ അതിൻ്റെ കൈകൾ വെട്ടുന്നു. ആ ഭീകര രൂപം ചോദിക്കുന്നു, എൻ്റെ കൈകൾ വെട്ടാനും വേണ്ടും നീ ആരാണ്? ശ്രീരാമൻ പറയുന്നു, ഞങ്ങൾ ദശരഥ രാജാവിൻ്റെ പുത്രന്മാരാണ്. പ്രാണരക്ഷാർത്ഥമാണ് ഞങ്ങൾ കൈകൾ വെട്ടിയത്. ഈ വികൃത രൂപം പൂണ്ട നീ ആരാണ്? ഞാൻ കബന്ധനാണ്. അങ്ങ് ശ്രീരാമനാണെങ്കിൽ ഞാൻ ധന്യനായി. ഞാനൊരു ഗന്ധർവനായിരുന്നു. ഒരിക്കൽ ഞാൻ സ്ത്രീകളോടൊപ്പം പൊയ്കയിൽ രസിച്ചു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഷ്ടവക്ര മുനി അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അസാധാരണ വളവുകൾ കണ്ട് ഞാൻ അദ്ദേഹത്തെ കളിയാക്കി. അദ്ദേഹം എന്നെ ശപിച്ചു. നീ ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് മഹർഷിയോട് മാപ്പ് അഭ്യർത്ഥിച്ചപ്പോൾ ശ്രീരാമൻ നിനക്ക് മോക്ഷം തരും എന്ന് പറഞ്ഞു. രാക്ഷസനായി തീർന്ന ഞാൻ ഒരിക്കൽ കാട്ടിലൂടെ അലയുമ്പോൾ അവിടെ ദേവേന്ദ്രനെ കണ്ടു. രാക്ഷസൻ ആക്രമിക്കാനായി ദേവേന്ദ്രൻ്റെ അടുക്കലേക്ക് ഓടിയെടുത്തപ്പോൾ ദേവേന്ദ്രൻ രാക്ഷസൻ്റെ തല വെട്ടിക്കളഞ്ഞു. ശ്രീരാമനാൽ മാത്രമേ മരണം സംഭവിക്കൂ എന്നുള്ളതിനാൽ രാക്ഷസൻ മരിക്കുന്നില്ല. ഇതറിഞ്ഞ ദേവേന്ദ്രൻ രാക്ഷസൻ്റെ ഉദരത്തിൽ വായ വെച്ചു കൊടുത്തു. ഇതുവഴി വരുന്ന ജീവികളെ പിടിച്ചു തിന്നോളാനും പറഞ്ഞു. ഉദരത്തിൽ വായ വന്നപ്പോൾ കൈകളുടെ നീളം കൂടി. ശ്രീരാമൻ കബന്ധനോട് ചോദിക്കുന്നു, സീതാദേവിയെ കണ്ടെത്തുന്നതിന് നിനക്ക് ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനാവുമോ എന്ന്. തീർച്ചയായും ഞാൻ സഹായിക്കാം. ആദ്യം അങ്ങെന്നെ ദഹിപ്പിക്കൂ. ദഹിപ്പിച്ച ദേഹത്തിൽ നിന്നും ഗന്ധർവൻ ഉയർന്നു വന്നു. ഉയർന്നു വന്ന കബന്ധൻ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാന്റെ വിരാട രൂപത്തെ സ്തുതിക്കുന്നു. ഈരേഴ് 14 ലോകവും അങ്ങാണെന്ന് പറയുന്നു. അങ്ങയുടെ കാലടികളാണ് പാതാളം, കുതികാല് മഹാതലം, നര്യാണി രസാതലം, തലാതലം, മുട്ട് സുതലം, തുടകൾ വിതലം അതലം, അരക്കെട്ടിൻ്റെ മുൻഭാഗം മഹീതലം, നാഭി നാഭസ്ഥലം, മാറിടം സുരലോകം, കഴുത്ത് മഹർലോകം, മുഖം ജനലോകം, നെറ്റി തപോലോകം, ശിരസ് സത്യലോകം, മുടി കാർമേഘം, കൈകൾ ലോകപാലകർ, ചെവി ദിക്കുകൾ, നാസിക അശ്വനീദേവകൾ, പല്ലുകൾ നക്ഷത്രങ്ങൾ, നാഡികൾ നദികൾ, അസ്ഥികൾ പർവ്വതങ്ങൾ, രോമങ്ങൾ വൃക്ഷങ്ങളും സസ്യങ്ങളും. അങ്ങ് ഇമ വെട്ടുമ്പോൾ രാവും പകലും ഉണ്ടാകുന്നു. ഇങ്ങനെ പറഞ്ഞ് കബന്ധൻ ശ്രീരാമനെ സ്തുതിക്കുന്നു. ഈ സ്ഥൂലമായ വിരാട രൂപത്തെ ജ്ഞാനശക്തി കൊണ്ട് സ്തുതിച്ചാൽ മോക്ഷം ലഭിക്കും. എല്ലാവരും മോക്ഷം തേടി കാശിയിൽ ശ്രീ പരമേശ്വരൻ്റെ അടുത്ത് പോകുന്നു. അവിടെ ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് രാമമന്ത്രമാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. മൂഢന്മാർക്ക് അങ്ങയെ അറിയാൻ സാധിക്കില്ല. ഭക്തി കൊണ്ട് മാത്രമേ അങ്ങയെ അറിയാൻ സാധിക്കൂ. ശ്രീരാമൻ കബന്ധനോട് പറയുന്നു, നിന്റെ ഭക്തി എന്നെ സംപ്രീതനാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീ മോക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. കബന്ധൻ സീതാന്വേഷണത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. മഗന്ധമുനിയുടെ ആശ്രമത്തിനടുത്ത് പമ്പാ സരസ്സുണ്ട്. അതിനടുത്ത് ശബരി എന്നൊരു താപസി താമസിക്കുന്നുണ്ട്. ശബരി ഭക്തിയോടെ അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവിടെ എത്തിയാൽ സീതാന്വേഷണത്തിനുള്ള വഴി തെളിയും. ശബരിയാശ്രമത്തിലെത്തിയ ശ്രീരാമനെ ആ താപസ ഫലമൂലാദികളൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നു.
എൻ്റെ ഗുരുഭൂതരായുള്ള മഹർഷിമാരുടെ ആശ്രമമാണിത്. ഞാൻ അവരെ ശുശ്രൂഷ ചെയ്ത് ഇവിടെ കഴിയുകയായിരുന്നു. അവരൊക്കെ ബ്രഹ്മപദം പൂകി. അവർ എന്നോട് പറഞ്ഞിരുന്നു, അങ്ങിവിടെ വരുമെന്ന്. അങ്ങയെ കാണാനും വേണ്ടും യോഗിയായവളാണോ ഞാൻ എന്ന സംശയം എനിക്കുണ്ട്. ഞാൻ ഹീനജാതിയിൽപ്പെട്ടവളാണ്. എനിക്കറിവില്ല. അങ്ങയെ സ്തുതിക്കാനും എനിക്കറിയില്ല. ശ്രീരാമൻ ശബരിയോട് പറയുന്നു. ജാതി, ലിംഗം, നിറം ഒന്നും എന്നെ സ്തുതിക്കാനൊരു കുറവല്ല. എൻ്റെ നേരെയുള്ള ഭക്തിയാണ് പ്രധാനം. ഭക്തി ഉണ്ടാവാൻ സത്സംഗം വേണം, അതായത് സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം. സകല ജീവജാലങ്ങളിലും എന്നെ ദർശിക്കുക, എൻ്റെ കഥ കേൾക്കുക, കീർത്തനം കേൾക്കുക, എന്നെ പൂജിക്കുക. ഭൗതിക വിഷയങ്ങളോടുള്ള വിരക്തി, എൻ്റെ ഭക്തരോടുള്ള ഭക്തി, ഇവയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഭക്തരാവാം. അവർക്ക് മോക്ഷം കിട്ടും. ശബരി ശ്രീരാമനോട് പറയുന്നു. കാട്ടിലൂടെ പോകുമ്പോൾ അവിടെ മാതംഗാശ്രമമുണ്ട്. മാതംഗാശ്രമത്തിൽ ബാലിയെ പേടിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുഗ്രീവൻ വസിക്കുന്നുണ്ട്. മാതംഗ മുനി ബാലിയെ ശപിച്ചിട്ടുണ്ട്. അവിടെ വന്നാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും. ബാലി ഒരിക്കൽ ദുന്ദുബി എന്ന രാക്ഷസനെ വധിച്ച് തല ഒടിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. അത് വന്ന് വീണത് മാതംഗി മുനിയുടെ ആശ്രമത്തിലേക്കാണ്. മാംസവും രക്തവും വീണ് ആശ്രമം മലിനമായതിനാൽ മഹർഷി ബാലിയെ ശപിച്ചു. അതിനാൽ ബാലിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല.